ഹലോ ഗായ്സ്, 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ജൂലൈ 1, അതായത് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് കോളേജ്. അപ്പോൾ എൻ്റെ കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് ആൻഡ് പ്രിപ്പറേഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഇതേ ഇവിടെ എടുത്തിങ്ങനെ വെച്ചേക്കുക. ഒന്നും ഇതുവരെ പാക്ക് പോലും ചെയ്തിട്ടില്ല. മറ്റന്നാളാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ ഇന്ന് എല്ലാം പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഇത് ഈ ഒരു ബാക്ക് പാക്കാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു ബാക്ക് പാക്കിലാണ് എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം വെക്കേണ്ടത്. ഒരു ബാക്ക് പാക്കിൽ 3 കമ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ താഴെ ഇത് ഇങ്ങനൊരു സ്പേസുകളുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ബാക്ക് പാക്കിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഈ ഒരു സിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതൊരു നോർമൽ ബാഗായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്കാണെങ്കിൽ ഫസ്റ്റ് ഡേ കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ബാക്ക് പാക്കിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് വീക്ക്ലി വരുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളും ഇതിനകത്ത് വെക്കാൻ പറ്റും. പിന്നെ കാണിക്കുന്നത് എനിക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് ഇതൊക്കെ ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഷാംപൂ, കണ്ടീഷണർ, പിന്നെ ഈ ഒരു ബെല്ലാവിറ്റ പെർഫ്യൂം. ഇത് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടെ എനിക്കും ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതെല്ലാം പിങ്ക് കളർ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു അലോവേര ജെല്ലും പിങ്ക് കളറിൽ തന്നെയാണ് എടുത്തത്. പിന്നെ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയൊരു പൗച്ചാണ്. ഇതിൻ്റെ ഈ ഒരു ഭംഗി കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. എൻ്റെ ഫേവറേറ്റ് കളറും അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൗച്ച്. കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ച് കൊണ്ടുപോകാനൊക്കെ നല്ലതാണ്. പിന്നെ ഈ ഒരു സിറ്റ് കെയറിൻ്റെ ഫേസ് വാഷ്, ഇതെനിക്ക് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്ത കേട്ടോ. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തീരാറായി, അതും വെക്കുന്നുണ്ട്. പിന്നെ അത് ഈ ഒരു ഇയറിംഗ് സെറ്റ്, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 150 റുപ്പീസിനകത്തുനിന്ന് വാങ്ങിയതാണ്. നല്ല അടിപൊളി ഡെയിലി യൂസിന് പറ്റിയ സ്റ്റഡ്സാണ്. ഞാൻ ഈ കാണിക്കുന്ന സാധനങ്ങളുടെ എല്ലാം ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ ഇവിടെ കൊടുക്കാം. പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ നോക്കാം കേട്ടോ. പിന്നെ ഇത് ഈ ഒരു ലാക്മേയുടെ മോയ്സ്ചറൈസറാണ്. പീച്ച് മിൽക്കിൻ്റെ നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആണ്, അതും വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്ക്രഞ്ചീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സിൽക്കിൻ്റെയും സാറ്റിൻ്റെയൊക്കെയാണ്. പിന്നെ കുറച്ച് പൊട്ട്, സ്ലൈഡ്, ഐബ്രോ പെൻസിൽ, ഐലൈനർ, നെയിൽ പോളിഷ്, ഇങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളോട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫേസ് സ്കാനറുടെ വെറ്റ് വൈപ്സ് ആണ്, അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാർമേസിൻ്റെ ഫേഷ്യൽ റേസറും വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഈ ഒരു വിക്സും, ഇത് ഞാൻ ഈ ഒരു പിങ്ക് കളർ നോക്കി വാങ്ങിയതാണ്. പിന്നെ ഇത് ഈ ഒരു സ്ട്രീക്സിൻ്റെ ഹെയർ സിറം. പിന്നെ അത് ഇതിൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിന് ഒരു 150 റുപ്പീസിനകത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള റിംഗ് ആണ്. അത് നല്ല പിങ്ക് കളറിലെ ഒരു സെറ്റായിട്ടാണ് വാങ്ങിയത്. 6 പീസസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കിട്ടുമെങ്കിലെന്നല്ല, പറ്റുമെങ്കിലും ഞാൻ വെക്കാം. കാരണം എനിക്ക് ലിങ്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സാധനങ്ങളെല്ലാം വെക്കാനായിട്ട് പൗച്ചസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതായത് മേക്കപ്പ് പൗച്ചസ്. എനിക്ക് മേക്കപ്പ് പ്രോഡക്റ്റ്സ് അധികമൊന്നുമില്ല, എന്നാലും ഞാൻ ഈ ഒരു പൗച്ചാണ് വാങ്ങിയത്. ഇതിൽ 3 ബാഗ്സ് ആണ് വരുന്നത്, ഒരു ലാർജ്, മീഡിയം, അതുപോലെ ഒരു സ്മോൾ. അങ്ങനെ ഈ ഒരു 3 പൗച്ചസിനകത്താണ് ഇതെല്ലാം പാക്ക് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത്. പിന്നെ മഴയാണേലും വെയിലാണേലും എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ബ്ലാങ്കറ്റ്. ഈ ഒരു ബ്ലാങ്കറ്റ് തണുപ്പത്തും അതുപോലെ തന്നെ ചൂടിലും യൂസ് ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബ്ലാങ്കറ്റാണ്. ഇത് ഞാൻ ആക്ച്വലി കടയിൽ നിന്നാണ് വാങ്ങിയത്, അതുകൊണ്ട് എനിക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ അത് ഈ ഒരു ടവൽ, ഇതും ഞാൻ ഇതിൻ്റെ ഒരു കളർ കണ്ടിട്ട് വാങ്ങിയതാണ്, എന്നാലും യൂസ് ആവും. പിന്നെ കുറച്ച് കുർത്തി സെറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൽ 2 ഞാൻ കടയിൽ നിന്നും 2 ഞാൻ മീഷോ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോയോ അല്ലെങ്കിൽ ലിങ്കോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇത് ഈ ഒരു ഡ്രസ്സാണ്. ഈ ഒരു ഡ്രസ്സിനെ എനിക്ക് പ്രിൻസസ് ഡ്രസ്സ് എന്ന് വിളിക്കാനാണ് ഇഷ്ടം. കാരണം ഇത് അത്രയും ക്യൂട്ട് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്, നല്ല പിങ്ക് കളറിൽ വരുന്നത്. അടുത്തതും ഒരു പിങ്ക് കളറിലെ കുർത്തി തന്നെയാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടില്ല ഉള്ളതാണ്, അതുകൊണ്ട് എനിക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റത്തില്ല. നല്ല അടിപൊളി മെറ്റീരിയലാണ്, നല്ല കളറുമാണ്. അടുത്തതായിട്ട് ഈ ഒരു സാറ്റിൻ മെറ്റീരിയലിൽ വരുന്ന അടിപൊളി ഒരു പിങ്ക് കുർത്തിയാണ്. ഞാൻ കടയിൽ നിന്നാണ് വാങ്ങിയത്, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ അതേ അടുത്തതായി കാണിക്കുന്ന ഈ ഒരു കുർത്തി, ഇത് കുർത്തിയല്ല, ആക്ച്വലി ചുരിദാറാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു യെല്ലോ, ഗ്രീൻ, ബ്ലൂ കളർ മിക്സിങ്ങിൽ വരുന്ന നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ചുരിദാറാണ്. കൂടെ പാൻറ്റും ഷോളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലേറ്റും കപ്പും ഗ്ലാസും സ്പൂണും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഈ ഒരു നൈഫും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയും പിങ്ക് കളർ കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഹോസ്റ്റലിൽ ഇട്ടുകൊണ്ട് നിൽക്കാനുള്ള ചെപ്പൽ, സോപ്പ് ബോക്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഈ ഒരു പിങ്ക് കളറിലെ ടൂത്ത് ബ്രഷ്, സോപ്പ്, പേസ്റ്റ്, പിന്നെ ഈ ഒരു പിങ്ക് കുടയും. അങ്ങനെ എല്ലാത്തിനും ഒരു പിങ്ക് മയം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഹോസ്റ്റലിൽ ഇട്ടുകൊണ്ട് നിൽക്കാനായിട്ട് കുറച്ച് ഡ്രസ്സസും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്ലൂ ടോപ്പിൻ്റെ കൂടെ ഈ ഒരു ബ്ലൂ പലാസ, ഈ ഒരു ഗ്രീൻ ടോപ്പിൻ്റെ കൂടെ ഈ ഒരു ഗ്രീൻ പലാസ, പിന്നെ ഒരു റെഡും കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇത് ഈ ഒരു ബാഗ്, ഇതാണ് എൻ്റെ ഫേവറേറ്റ് സാധനം. അതായത് ഇതെൻ്റെ കോളേജ് ബാഗാണ്, ഷോൾഡർ ബാഗാണ്. നല്ല അടിപൊളി മെറ്റീരിയലും നല്ല അടിപൊളി കളറുമാണ്.
ബുക്കും സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഈ ഒരു മെയിൻ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. കൂടെ ഒരു കമ്പാർട്ട്മെൻറ്റും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. ഇതിപ്പോൾ കോളേജിലേക്ക് വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല, അല്ലാതെ യൂസ് ചെയ്യാനും പറ്റും. അതായത് വർക്കിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പം ഇത് ഞാൻ കടയിൽ നിന്നാണ് വാങ്ങിയത്, അതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ മെയിനായിട്ട് മിറർ, ഹോസ്റ്റലൊക്കെ പോകുമ്പോൾ മിറർ ഇല്ലെങ്കിൽ പറ്റുമോ. പിന്നെ എക്സ്ട്രാ ഒരു സ്ലിപ്പേഴ്സും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ബെഡ്ഷീറ്റും പില്ലോ കവറും നിർബന്ധമാണല്ലോ, അതുകൊണ്ട് ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ വരുന്നത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഫ്രോക്ക് നൈറ്റിയാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നതും യൂസ് ചെയ്യുന്നതും. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഹോസ്റ്റലിൽ പോകുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് വാങ്ങിയതാണ്. ഇതും കടയിൽ നിന്ന് വാങ്ങിയതാണ്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ലിങ്ക് ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിയ സാധനങ്ങൾ. ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമല്ല കേട്ടോ എനിക്ക് പാക്ക് ചെയ്യാനുള്ളത്. എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ, അതായത് കുറച്ച് ലിപ്സ്റ്റിക്ക്, ഐലൈനർ, അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതൊന്നും ഇപ്പോഴേ എനിക്ക് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല, കാരണം മറ്റന്നാൾ പോകുമ്പോൾ എനിക്കെന്തായാലും യൂസ് ചെയ്യേണ്ടുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഞാനാണെങ്കിൽ ഫുഡ് പോലും കഴിക്കാതാണ് ഈ ഒരു പാക്കിങ്ങും വീഡിയോ എടുപ്പും എല്ലാം ചെയ്തത്. അപ്പോൾ ഞാൻ ഇനി പോയി ഒന്ന് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.